ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ VK. നാളെ നടക്കാൻ വേണ്ടി പോകുന്ന +2 ബിസിനസ് സ്റ്റഡീസിലെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൈ ചാൻസിങ് ആയിട്ടുള്ള SCA ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഏതാണ് ആ പ്രധാനപ്പെട്ട SCA ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുക. അപ്പം അങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എഴുതാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഇൻഫോർമലിലും അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജ് എഴുതാൻ വേണ്ടി പറയാം. സോ എന്തായാലും ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ കൃത്യമായിട്ട് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അടുത്ത പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സുമായി ബന്ധപ്പെട്ട ചോദ്യം, എന്താണ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എഴുതാൻ വേണ്ടി പറയുന്നത്. സോ 7 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണ് പ്ലാനിങ്ങിനുള്ളത്. സോ കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ എഴുതുക. പ്ലാനിങ്ങിന്റെ ഒരു ഡെഫിനിഷനും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്ഡ് ബൈ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡാഡ് UC USSR OIC എന്ന് പറഞ്ഞ കോഡൊക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. സോ കൃത്യമായിട്ട് എല്ലാ പ്രിൻസിപ്പിളുകളും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ 8 തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഏതെങ്കിലും ഒരു 8 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരിക്കും. സോ ആ രീതിയിലായിരിക്കും ക്വസ്റ്റൻസ് വരിക. സോ കൃത്യമായിട്ട് 14 പ്രിൻസിപ്പിൾ പഠിച്ചു വെച്ചേക്കാം. ഇതിനടുത്ത് ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. നേരത്തെ ഫോർമലും ഇൻഫോർമലും ചോദിച്ച പോലെ. അല്ലെങ്കിൽ ഫംഗ്ഷണൽ സ്ട്രക്ചറിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും, അതിന്റെ അഡ്വാൻറ്റേജ് എഴുതാൻ വേണ്ടി പറയും, ഡിസഡ്വാൻറ്റേജ് എഴുതാൻ വേണ്ടി പറയും. നേരെ ഡിവിഷണൽ സ്ട്രക്ചറിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും, അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജ് എഴുതാൻ വേടി പറയും. സോ ഇത്തരത്തിൽ ഫംഗ്ഷണൽ സ്ട്രക്ചറോ ഡിവിഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരു എസ്സേ ചോദിക്കാനും സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ദെൻ സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് ഡെവലപ്ഡ് ബൈ FW ടൈലർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് 7 ഉണ്ട്. കൃത്യമായിട്ട് ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ, പിന്നെ വർക്ക് സ്റ്റഡീസ്, ഡിഫറൻഷ്യൽ പീസ് വേ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇത് 7 പഠിച്ചു വെച്ചേക്കുക. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ഹൈ ചാൻസിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ക്വസ്റ്റൻ ആണ് FW ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് സെറ്റ് ആക്കിക്കോണം. ഇനി അടുത്ത് എന്താണ് മാനേജ്മെന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും അതിന്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളാണല്ലോ നമ്മൾ +2 ഇങ്ങനെ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ഒബ്ജക്റ്റീവ്സോ ഇങ്ങനെയും ഒരു സിമ്പിൾ ക്വസ്റ്റൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ 6 ചോദ്യങ്ങളാണ് ടോപ്പ് പ്രിയോറിറ്റി എസ്സേ ക്വസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കേണ്ടത്. കൂടാതെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ മാരത്തോൺ ലൈവുകളൊക്കെ നമ്മൾ ഇന്ന് 7 മണിക്ക് പോകുന്നുണ്ട്. സോ അതിലെല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സിനുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എക്സാം ഡേയിൽ രാവിലെ മോർണിംഗ് ബൂസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ നമ്മളോടൊപ്പം ഇരിക്കുക, കൂടെ പഠിക്കുക. നമുക്ക് ഒന്നിച്ച് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്.